ആ ഋതിക മോള് നിങ്ങളെ രണ്ടുപേരെ നോക്കും. അതില് യാതൊരു സംശയം വേണ്ട. അതെ, നിങ്ങൾ അമ്മയെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പൊയ്ക്കോണം. ഭാരിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. കുറെ നേരമായി ഞാനിത് സഹിക്കുന്നു. ഒരു മരുമകൾ പുരാണം. പ്രിയേ, ഞാനിപ്പോ ആനന്ദപിള്ള സാറിന്റെ വീട്ടില. ഭയങ്കര ബിസിയാ. രാഷ്ട്രീയ ചർച്ചകള്, ഡിസ്കഷൻസ്, മൊത്തം പൊളിറ്റിക്സാ. ഞാനേ പിന്നെ വിളിക്കാം കേട്ടോ. ശരി ചേട്ടാ. നിങ്ങളെന്താ ഈ പച്ചമീൻ കടയുടെ വാതിക്കല് പൂച്ച പാത്ത് നിൽക്കുന്നത് പോലെ എന്നെ ഒളിഞ്ഞു നോയിക്കൊണ്ടിരിക്കുന്നത്? എന്താടി ഒരു രഹസ്യം? രഹസ്യോ? മൊബൈൽ ഫോണിലൂടെ ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചതിന് നിങ്ങൾക്കെന്താ? അവനും നീയും തമ്മിൽ എന്താ ഒരു ചുറ്റിക്കളിയെന്ന്? ഭർത്താവാണെങ്കിലും അവനൊരു പുരുഷനല്ലേ? നിങ്ങൾക്ക് എന്താ? ഒട്ടകം കാല് മടക്കി അടിച്ചോ? പിരി പോയതുപോലെ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എനിക്ക് അമ്മായിയമ്മയും അല്ല, ഒരു തൊമ്മിക്കുഞ്ഞും അല്ല. ഏതോ ഒരു സ്ത്രീയാ എന്റെ ലൈഫിലേക്ക് ആവശ്യമില്ലാതെ കയറി വന്ന എന്റെ സ്വഭാവം മാറുവേ, പറഞ്ഞേക്കാം. എന്തിനാ എത്ര നേരത്തെ വന്നത്? ഇപ്പോഴല്ല, പ്രസ് മീറ്റ് അറ്റ് 7 PM. എക്സ്ക്ലൂസീവ് പ്രതീക്ഷിക്കാമോ? ഉറപ്പായിട്ടും തീയുണ്ടയായിരിക്കും. തീയുണ്ട. ഒരു മിനിറ്റ്, സമയമില്ല. സാർ ഇപ്പൊ വരും. സാറേ, എന്താടോ? മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ട്. നല്ല കാര്യം. അവരവിടെ നിൽക്കട്ടെ. ജയൻ പുറത്തേക്ക് ചെല്ല്. അവർക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാൽ അതങ്ങ് കൊടുത്തേക്ക്. ഓ ശരി. പൊടിയാടി വന്നല്ലോ. എന്നാ ഞാനങ്ങോട്ട്. ശരി. 1500 കോടി തീർന്നോ? തീർന്നു. എത്തേണ്ടടുത്ത് എല്ലായിടത്തും ഞാൻ എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും 2 കൈ നീട്ടി വാങ്ങിച്ചു. ആരും വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. ഇനിയാണ് ഈ അനന്തപിള്ളയുടെ പ്രകടനം. പ്രതാപവർമ്മയും അവന്റെ അനുയായികളായ കുറെ ഏറാമൂളികളെയും ഞാൻ ശ്വാസം മുട്ടിച്ചു കൊല്ലും. അതിരിക്കട്ടെ, ഈ പോലീസിന്റെ കണ്ണൊക്കെ വെട്ടിച്ച് ഈ കാശൊക്കെ താൻ എങ്ങനെ എത്തിച്ചു? അത് എന്റെ മാത്രം ഒരു ഐഡിയ. പറയണോ? കേക്കട്ടെ. ഒരു ആംബുലൻസുകാരനുമായിട്ട് അങ്ങ് ഒത്തു. എന്നിട്ടൊരു വ്യാജ രോഗി, ഒരു വ്യാജ ഡോക്ടർ, വ്യാജ നേഴ്സ്, പിന്നെ രോഗിയുടെ ഭാര്യ, ഇങ്ങനെയുള്ള തരികിടകളൊക്കെ കൂട്ടി കറക്റ്റ് ആയിട്ടുള്ള റിഹേഴ്സൽ നടത്തി കോടികൾ അങ്ങ് കടത്തി. എന്നിട്ടും വഴിയിൽ പോലീസുകാർ തടഞ്ഞു. മരണാസന്നനായി കിടക്കുന്ന രോഗിയെയും കരയുന്ന ഭാര്യയെയും മറ്റ് സെറ്റപ്പുകളൊക്കെ കണ്ട് പോലീസുകാർ പോലും കരഞ്ഞു പോയെന്നാ തോന്നുന്നത്. പൊടിയാടി, അടിയോടെ വിഴുങ്ങോടാ. വേണോട്ടാ. സാവിത്രിയോ? രാധമ്മയില്ലേ? ഉണ്ടല്ലോ, അകത്തുണ്ട്. ഞാൻ വിളിക്കാം. രാധേ, എടേ, നിന്നെ കാണാൻ നിന്റെ കൂട്ടുകാരത്തി വന്നിട്ടുണ്ട്. അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് സാവിത്രി. പിന്നെ എന്തൊക്കെയുണ്ട് സാവിത്രി വിശേഷങ്ങള്? ഞാൻ ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു. വന്നപ്പോഴാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. സാവിത്രി ഇരിക്കെ. മകളുടെ പ്രസവമൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നോർമൽ ഡെലിവറി ആയിരുന്നു. കൊച്ചും തള്ളേ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അവിടെ ആയിരുന്നോണ്ട് വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോ നമ്മുടെ അയൽക്കൂട്ട മെമ്പർ തങ്കമണി വിവരം പറഞ്ഞത്. സെക്രട്ടറി രാധമ്മയുടെ വീട്ടിൽ വന്ന് ചില പുകലൊക്കെ ഉണ്ടാക്കിയല്ലേ? എന്നാൽ ഈ എന്തൊരു മകളല്ലേ ഈ ശ്രീലക്ഷ്മി. ഹരീഷും രുക്മിണി എന്തു ആയിക്കോട്ടെ, അവര് പിന്നെ ഏത് തരക്കാരാണെന്ന് നമുക്കറിയാം. എന്നാലും ശ്രീലക്ഷ്മി നിങ്ങളുടെ മകളല്ലേ? ഒരമ്മയുടെ മകള് ഇങ്ങനെയൊക്കെ പെരുമാറോ? രാധമ്മ വിഷമിക്കണ്ട. ചില മക്കൾ ഇങ്ങനെയാ. ഭർത്താവിനോടും അവരുടെ വീട്ടുകാരോടും ചേർന്ന്
അമ്മയും അച്ഛനെയും തള്ളിപ്പറയും. ഒരു ഉപദേശക്കാരി വന്നിരിക്കുന്നു. ശ്രീലക്ഷ്മി അങ്ങനെയൊക്കെ പെരുമാറിയത് അവളുടെ കൊച്ചിനെ നഷ്ടപ്പെട്ടിട്ടാ. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച വേദന സാവിത്രിക്ക് അറിയോ? ഒഴുക്കിയ കണ്ണീരെത്രയാണെന്നറിയോ? വേണുവേട്ടനും രാജും എന്റെ ഋതുമോളും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. രാധമ്മ ക്ഷമിക്കേ, ഞങ്ങളൊക്കെ കൂടെയില്ലേ രാധമ്മേ? മക്കളും രക്തബന്ധമൊന്നുമല്ല, സ്നേഹമുള്ളവര് മറ്റു പലരും ആയിരുന്നു. ആ മക്കളുടെ സ്നേഹമൊക്കെ ഒരുവിധം കണക്കാ. എന്തൊക്കെയായാലും രാധമ്മയുടെ പ്രാർത്ഥനയുടെയും കഷ്ടപ്പാടിന്റെയും ഫലം കൊണ്ടല്ലേ തങ്കം പോലൊരു മരുമോളെ കിട്ടിയത്. ഇത്രയും വലിയ കുടുംബത്തിലെയാണെന്ന വല്ല ഭാവം ഉണ്ടാ കുട്ടിക്ക്. സൂര്യമംഗലം കുടുംബത്തിലെ വലിയ തമ്പുരാട്ടി, ഒരു രാജകുമാരി. ആ ഭാവം വല്ലതും ആ കൊച്ചിന്റെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ടോ? അത് ഞങ്ങളുടെ ഭാഗ്യം തന്നെ സാവിത്രി. മക്കളെ കൊണ്ട് ഗുണം കിട്ടിയില്ലെങ്കിൽ മരുമക്കളെ കൊണ്ട് കിട്ടും. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ദൈവം അനുഗ്രഹിക്കും. അതെ, ആ ഋതിക മോള് നിങ്ങളെ രണ്ടുപേരെ നോക്കും, അതില് യാതൊരു സംശയം വേണ്ട. അതെ, നിങ്ങൾ അമ്മയെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പൊയ്ക്കോണം. ഭാരിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. കുറെ നേരമായി ഞാനിത് സഹിക്കുന്നു. ഒരു മരുമകൾ പുരാണം. പ്രിയേ, നീ തലമറന്ന് എണ്ണ തേക്കരുത്. നീ ഇപ്പൊ പത്രാസുകാരി നടക്കുന്നതും നിന്റെ കെട്ടിയം വലിയ പപ്പുമായി ചമയുന്നൊക്കെ ആ ഋതിക കൊച്ചു കാരണോ? നിങ്ങളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. വീട്ടിൽ വരുന്നവരോട് മര്യാദകേടും തർക്കുത്തരം പറയുന്നോ? അടിച്ച് കരണം പോക്കി ഞാൻ. സാവിത്രി പറഞ്ഞ ന്യായമല്ലേ? അവളുടെ ഒരു അഹങ്കാരം. സാവിത്രി ക്ഷമിക്ക്, വിവരദോഷ. ഞാൻ ക്ഷമ ചോദിക്കുക. സാരമില്ല വേണോട്ടാ, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാ. അപ്പോ അയൽക്കൂട്ട മീറ്റിംഗ് കാണാൻ രാധമേ. ശരി. ഓ ദീപക്ക. മോനെ ദീപക്കേ. ആംഗ്ലേ, ഈ അവസാന ഘട്ടത്തില് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അതൊന്നും വേണ്ട. അങ്കിളെ, 7 മണി ആവുന്നവരെ എനിക്ക് ഒരു സമാധാനവും ഇല്ല.